നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു ടാറ്റ ടിയാഗോ ഓൾഡ് മോഡൽ അല്ലെങ്കിൽ ഫസ്റ്റ് മോഡൽ ടാറ്റ ടിയാഗോ കാറിൻ്റെ ഹെഡ്ലൈറ്റുള്ള അപ്ഗ്രേഡാണ്. ഈ വാഹനം വരുന്ന സമയത്ത് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ ചെറിയ ഡിസ്ലൊക്കേഷൻ, അതായത് ഇതിൻ്റെ പ്രൊജക്ടർ വെക്കുന്ന റിഫ്ലക്ടർ, അതായത് ഹെഡ്ലൈറ്റിൻ്റെ അകത്തിരിക്കുന്ന റിഫ്ലക്ടർ ചെറുതായിട്ട് ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് നോക്കിയിട്ട് വേണമായിരുന്നു ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് അഴിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ലെഗ് അതിൽ നിന്നും ഊർന്നു പോന്നിരുന്നു, അതായത് ഊരി പോന്നിരുന്നായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മളൊരു Hella G5 പ്രൊജക്ടറാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഷൗഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെ DRലോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. കാരണം ഇതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഇതിൻ്റെ അകത്ത് ഉണ്ടായുള്ളൂ. അപ്പോൾ ആ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കി അതിൽ കൊടുത്തിരിക്കുന്ന ബൾബാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4300 കെൽവിനാണ്, അതായത് 4300 കെൽവിൻ. നമ്മൾ വൈറ്റ് കളറുകൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം വിസിബിലിറ്റി ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ മഴയത്തും അതുപോലെ തന്നെ ചെറിയ ഫോഗിലൊക്കെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് വിസിബിലിറ്റി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ വാം വൈറ്റിനാണ്. പ്യുവർ വൈറ്റിനേക്കാളും നന്നായിട്ട് വിസിബിലിറ്റി കിട്ടുന്നത് വാം വൈറ്റ്. ചെറിയ മഞ്ഞ ഷെയ്ഡ് ഉള്ളപ്പോഴാണ് നമുക്ക് ലൈറ്റിന് വിസിബിലിറ്റി ഉണ്ടാവുക. കുറേ വെളിച്ചം എന്നുള്ളത് ഫീൽ ചെയ്യുന്നതിനേക്കാളും നമുക്ക് റോഡ് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 4300 കെൽവിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബൾബ് തന്നെയാണ് ഇതിൻ്റെ അകത്തും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് വന്ന പെർഫോമൻസ് ചേഞ്ച് എന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ഈ ഒരു ടാറ്റ ടിയാഗോ കാറാണ് നമുക്കിന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് ലൈറ്റ് എന്ന് പറയുന്നത് വരുന്നത് ഒരു H4 ബൾബുകളാണ്. രണ്ട് ഹെഡ്ലൈറ്റിലും വരുന്ന H4 ബൾബുകളാണ്. ഒരു റിഫ്ലക്ടർ സിസ്റ്റമാണ് ഈ ഹെഡ്ലൈറ്റിലുള്ള. റിഫ്ലക്ടർ സിസ്റ്റത്തിൽ തന്നെ H4 ബൾബ്, ഡിമ്മും ബ്രൈറ്റും ഒരേ സോഴ്സിൽ നിന്ന് വരുന്ന ബൾബാണ് ഈ H4 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇതിൻ്റെ വൺ സൈഡ് ലൈറ്റിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ബീം വരുന്നത് കുറച്ച് ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടാണ് വന്നിരുന്നത്. അതായത് ഒരുപാട് താഴേക്കാണ് വന്നിരുന്നത്. നമുക്ക് ഇതിൻ്റെ ലൈറ്റ് ഓണാക്കി നോക്കി കഴിയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൾബിനെ നമുക്ക് ഓണാക്കി കഴിഞ്ഞാൽ ഇതിന് നോർമലി കിട്ടുന്ന വെളിച്ചം എന്ന് പറയുന്നത് വളരെ കുറവാണ്. സാധാരണ വണ്ടികളിലെല്ലാം വരുന്ന ഒരു കമ്പനി ഫിറ്റ്മെൻറ്റാണ് 60-55 വാട്ട്സ് വരുന്ന ഒരു ഹാലജൻ ബൾബ്. അപ്പോൾ ഇതിന് വെളിച്ചം കുറവാണ്. ഈ ഒരു രീതിയിലുള്ള വെളിച്ചം മാത്രമാണ് ഉണ്ടാവുള്ളൂ. സാധാരണ ചെറിയ യൂസൊക്കെ വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഒരുപാട് നല്ല രീതിയിൽ രാത്രി ഓട്ടങ്ങൾ പോകുന്നവർക്ക് വെളിച്ചം കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡ് ബീം വളരെ താഴ്ന്ന് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഡിം ഇട്ടാലും ബ്രൈറ്റ് ഇട്ടാലും വളരെ താഴെയാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നത്. ലെഫ്റ്റ് അത്യാവശ്യം നോർമൽ ലെവലിൽ തന്നെയായിരിക്കുന്നത്. റൈറ്റ് സൈഡിനായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന ഒരു ചെറിയൊരു ഇഷ്യൂ. അത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു എന്തായാലും. അപ്പോൾ ഇനി വരുന്നത് നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് എടുത്ത് നോക്കാം. നിലവിലുള്ള ലൈറ്റിൽ എത്രത്തോളം ഔട്ട്പുട്ട് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ലോ ബീമിൽ മെഷർ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 900 ലക്സ് ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ലോ ബീമിൽ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. വളരെ മോശമൊന്നും പറയാനില്ല. ഒരു നോർമലി ഒരു ഈ തരം വാഹനങ്ങളിൽ വരുന്ന ഒരു ഔട്ട്പുട്ടാണ് ഈ പറയുന്ന നമുക്ക് ഇതിൻ്റെ അകത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഹൈ ബീം നോക്കിക്കഴിഞ്ഞാൽ ഒരു 1000 അല്ലെങ്കിൽ 1023 ലക്സ് ആണ് നമുക്കിതിൻ്റെ ഹൈ ബീമിൽ കിട്ടുന്നത്. ഈ ഒരു രീതിയിലുള്ള വേരിയേഷൻസാണ് സാധാരണ ഒരു ഹാലജൻ ബൾബിൽ ഒരു നോർമൽ റിഫ്ലക്ടറിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വരുത്താനുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരു Hella G5 പ്രൊജക്ടറാണ്. അപ്പോൾ ഇതെല്ലാ വർക്കുകളും കഴിഞ്ഞ് കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ലെൻസും അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന ഷൗഡ് ഒരു ടിഗ്വാൻ എന്ന് പറയുന്ന ഒരു ഷൗഡാണ്. ബേസിക് ആയിട്ടുള്ള ഒരു ഷൗഡ് മാത്രം, അതായത് പ്രത്യേകിച്ച് ഫാൻസി ഐറ്റങ്ങളൊന്നും തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ബേസിക് ഷൗഡ് മാത്രം കൊടുത്തിരിക്കുന്നു. ഈ ഒരു രീതിയിലുള്ള അപ്പിയറൻസ് ആണ്, അതായത് നിലവിലുണ്ടായിരുന്ന റിഫ്ലക്ടറിൽ നിന്ന് പ്രൊജക്ടറിലേക്ക് മാറിയപ്പോൾ വാഹനത്തിന് വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അത് കാണാനായിട്ട് വളരെ വാഹനത്തിനെ ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫിഗറാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ വാഹനത്തിൻ്റെ ബോഡി ഷേപ്പിനും അതുപോലെ തന്നെ ഒഴുക്കിനും അനുസരിച്ച് തന്നെയുള്ള ഒരു പ്രൊജക്ടർ ആഡ് ചെയ്തിരിക്കുന്നു. ബേസിക്കലി നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ടിലാണ്. അത് മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നതും ആ ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു അപ്പിയറൻസിൽ ചെറിയൊരു എലഗൻസി കിട്ടുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഒരു പ്രീമിയം ലുക്ക് വാഹനത്തിന് വന്നിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ആ ഒരു രീതിയിലൊരു ചേഞ്ച് മാത്രമാണ് കസ്റ്റമറും പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് വളരെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ പെർഫോമൻസ് ചേഞ്ച് എത്ര രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് രാത്രി ഒന്ന് ഡ്രൈവ് ചെയ്ത് തന്നെ നോക്കാം. അപ്പോൾ ഈ ഒരു നൈറ്റ് ഡ്രൈവ് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഔട്ട്പുട്ട് എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നുള്ള അറിയാനായിട്ട് സാധിക്കും. നോർമലി വരുമ്പോൾ വളരെ ചെറിയൊരു ലൈറ്റാണ് ഉണ്ടാവുക. നമുക്ക് മുമ്പുള്ള ഡ്രൈവ് സാധാരണ ഇതിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ അവസരം കിട്ടാറില്ല. കാരണം വാഹനം വരുന്നത് എപ്പോഴും രാവിലെ ആയിരിക്കും. നോർമൽ കേസുകളിലെല്ലാം തന്നെ രാവിലെ ഒരു 10 മണി ആ സമയത്ത് അല്ലെങ്കിൽ 9:30-10 മണിക്കാണ് നമുക്ക് വണ്ടി കിട്ടുന്നത്. ആ സമയത്ത് ഒരു ടെസ്റ്റ് ഡ്രൈവ് പോകാനുള്ള സാഹചര്യം ഒരിക്കലും കിട്ടാറില്ല. സാധാരണ ബൾബുകളിൽ വരുന്ന വെളിച്ചം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എക്സ്ട്രാ വരുന്ന നമ്മൾ ഈ ഒരു ഫിറ്റ്മെൻറ്റിന് ശേഷം കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് തന്നെ പലർക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. കറക്റ്റായിട്ട് നോക്കുന്നത് ഈ രീതിയിലുള്ള ഔട്ട്പുട്ട്, ആ ഒരു കവറേജ് നമുക്ക് ആ കട്ട് ഓഫിൻ്റെ മേളിലേക്ക് തരി പോലും വെളിച്ചം പോകില്ല. അതായത് എതിരെ വരുന്നവർക്ക് വളരെ സേഫ് ആയിരിക്കും ഈ പ്രൊജക്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട്. നോർമലി ലെവൽ കറക്റ്റ് ആണെങ്കിൽ നമ്മളെല്ലാം ലെവലായിട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് വെക്കാറ്, ലെവലുകളെല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് വെക്കാറ്. ലോ ബീമിൽ ഓടിക്കുന്നത് വളരെ സേഫാണ്. നമ്മൾ ഹൈ ബീം ഒരിക്കലും അങ്ങനെ ഒരു റെക്കമെൻഡ് ചെയ്യുന്നില്ല.
റോഡിൽ വാഹനങ്ങൾ എതിരെ വാഹനങ്ങളില്ലാത്തപ്പോഴും ഒരു വാഹനത്തിനെ ഫോളോ ചെയ്യാത്തപ്പോഴും ഉള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ ഹൈ ബീം റെക്കമെൻഡഡ് ആയിട്ടുള്ളൂ. ആ സമയത്ത് മാത്രമേ നമുക്ക് ഹൈ ബീം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ലോ ബീമിൽ പോകുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾക്കൊന്നും തന്നെ നമ്മുടെ ബീം ഡിസ്റ്റർബ്ഡ് ആവുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം അവരുടെ എല്ലാം മിററിൻ്റെ സൈഡ് മിറേഴ്സിൻ്റെ താഴെ കൂടി ആയിരിക്കും വെളിച്ചം പോകുന്നത്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെയും കട്ട് ഓഫ് നമുക്ക് കിട്ടിയിരിക്കുന്ന അലൈൻമെൻറ്റ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് ഡ്രൈവ് വേണ്ടി പോകുന്നതും അതിനുവേണ്ടി തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും അലൈൻമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബൾബിൻ്റെ കളർ ടെമ്പറേച്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 4300 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു വിസിബിലിറ്റി നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു വാഹനവും എൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.